ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് പ്രജീഷ് കണ്ണൻ. ലേൺ GS വിത്ത് PK എന്ന നിങ്ങളുടെ സ്വന്തം വിർച്വൽ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ PSCയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പാർട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്, എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. അപ്പോൾ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് പറയാം. അതിനു മുമ്പ് ഇത് PSCക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മിക്കവാറും PSC എക്സാമുകളിലൊക്കെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയാനില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയാലും എക്സ്ട്രാക്ഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ട് വളരെ വലിയ ഒരു പാർട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് ഉറപ്പാണ്. ഒരു മാർക്കായാലും എക്സാമിന് അതൊരു വലിയ വില തന്നെയാണ്. കാരണം ഒരു മാർക്ക് കുറയുകയോ കൂടുകയോ ചെയ്യുമ്പോൾ അത്ര ആൾക്കാർ മുന്നിലും പുറകെയും വരാനുള്ള സാധ്യതയുണ്ട് റാങ്ക് ലിസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോർഷൻ പോലും നമുക്ക് നഷ്ടപ്പെടാതെ പോകാം. കെമിസ്ട്രി എല്ലാം പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. ഓക്കെ, എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് ഒരു സംയുക്തത്തെ അല്ലെങ്കിൽ ഒരു സാധനത്തെ ഒരിടത്തു നിന്നും മാറ്റി നമ്മൾ വേർതിരിച്ചെടുക്കുന്നതാണ് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക, കൃത്രിമമായിട്ട് നിർമ്മിച്ചെടുക്കുന്ന പ്രോസസ്സുകളാണ്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെ കുറിച്ചാണ്. എന്താണ് മഗ്നീഷ്യം? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സ് ഏതാണ്? മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഡൗ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് എഴുതി പഠിക്കാം, മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഡൗ പ്രോസസ്സ്. എൻ്റെ കൂടെ എഴുതിക്കും, മഗ്നീഷ്യം ഡൗ പ്രോസസ്സ്. മഗ്നീഷ്യം നമ്മൾ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഡൗ പ്രോസസ്സ്. മഗ്നീഷ്യം ഡൗ പ്രോസസ്സ്. അപ്പം അറിയാത്തവരാണെങ്കിൽ ഈ വീഡിയോകൾ കേട്ടിട്ട് മനസ്സിലാകാത്തവരാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എൻ്റെ ഒപ്പം പറഞ്ഞു പഠിക്കുക, മഗ്നീഷ്യം ഡൗ പ്രോസസ്സ്. എന്നിട്ട് അത് ഒരു ബുക്കിൽ എഴുതിയെടുക്കുക. കാരണം എഴുതിയെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബ്രെയിനിൽ നിൽക്കും അത്. ഓക്കെ, മഗ്നീഷ്യം ഡൗ പ്രോസസ്സ്. ഓക്കെ, ഇനി മഗ്നീഷ്യം ഡൗ പ്രോസസ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സോഡിയം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ഏതാണ്? സോഡിയം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് ഏതാണ്? സോഡിയം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ്? ഡൗൺ പ്രോസസ്. സോഡിയം എക്സ്ട്രാക്ട് എടുക്കുന്ന പ്രോസസ്സാണ് ഡൗൺ പ്രോസസ്. എഴുതുക, സോഡിയം ഡൗൺ പ്രോസസ്. മഗ്നീഷ്യം നമുക്ക് ഡൗ പ്രോസസ് ആണെങ്കിൽ ഇത് ഡൗൺ പ്രോസസ് ആണ്, അല്ലെ? മറ്റേ DOW ഡൗ പ്രോസസ് ആണെങ്കിൽ ഇത് DOWN ഡൗൺ പ്രോസസ്. പിന്നെ സോഡിയം എക്സ്ട്രാക്ട് എടുക്കുന്നതിന് വേറൊരു പ്രോസസ്സും കൂടെ ഉണ്ട്, കാസ്റ്റിനർ പ്രോസസ്. ഏതാണ്? കാസ്റ്റിനർ പ്രോസസ്. അപ്പം സോഡിയം പ്രധാനമായിട്ട് ഡൗൺ പ്രോസസ്, അതുപോലെ കാസ്റ്റിനർ പ്രോസസ് വഴി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി സോഡിയം പഠിച്ചു, മഗ്നീഷ്യം പഠിച്ചു. ഇനി സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് സോഡിയം കാർബണേറ്റ്. എഴുതുക, സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്ട് എടുക്കുന്ന പ്രോസസ് ഏതാണ്? സോൾവേ പ്രോസസ്. ഏതാണ്? സോൾവേ പ്രോസസ്. എഴുതുക, സോൾവേ പ്രോസസ്. ഓക്കെ, അപ്പം മഗ്നീഷ്യം ഡൗ പ്രോസസ്, സോഡിയം ഡൗൺ പ്രോസസ് അല്ലെങ്കിൽ കാസ്റ്റ്നർ പ്രോസസ്, സോഡിയം കാർബണേറ്റ് സോൾവേ പ്രോസസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്ത പ്രോസസ്സാണ് ക്ലോറിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ്. ഏതാണ്? ക്ലോറിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ്. സാധ്യത ചോദിച്ചിട്ടുള്ളതാണ്, മുമ്പൊരിക്കൽ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ക്ലോറിൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ്. ക്ലോറിൻ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഡിക്കൻസ് പ്രോസസ്സ്. അപ്പോൾ എഴുതുക, ക്ലോറിൻ. ഏതാണ്? ഡിക്കൻസ് പ്രോസസ്സ്. ക്ലോറിനാണ് ഡിക്കൻസ് പ്രോസസ്സ്. അപ്പോൾ ക്ലോറിനുള്ള പ്രോസസ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലോറിൻ ഏതാണ്? ഡിക്കൻസ് പ്രോസസ്സ്. ഓക്കെ, മഗ്നീഷ്യം ഡൗ പ്രോസസ്, സോഡിയം ഡൗൺ പ്രോസസ് ഓർ കാസ്റ്റ്നർ പ്രോസസ്, സോഡിയം കാർബണേറ്റ് സോൾവേ പ്രോസസ്, ക്ലോറിൻ ഡിക്കൻസ് പ്രോസസ്. ഇനി സൾഫർ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സ്, സൾഫർ കൃത്രിമമായി ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഏതാണ്? സൾഫർ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ് ഏതാണ്? ഫ്രാഷ് പ്രോസസ്. ഫ്രാഷ്
ഫ്രാഷ് പ്രോസസ്. സൾഫർ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഫ്രാഷ് പ്രോസസ്. അപ്പോൾ പ്രധാനപ്പെട്ട ആദ്യം നമ്മൾ 5 പ്രോസസ്സുകൾ പഠിച്ചു അല്ലേ? മഗ്നീഷ്യം ഡൗ പ്രോസസ്, സോഡിയം ഡൗൺ പ്രോസസ് ഓർ കാസ്റ്റർ പ്രോസസ്, സോഡിയം കാർബണേറ്റ് സോളിഡ് പ്രോസസ്, ക്ലോറിൻ ഡിക്കൻസ് പ്രോസസ്, സൾഫർ ഫ്രാഷ് പ്രോസസ്. ഇതെന്തുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് ഞാൻ പറഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല. സോ ഇത് തുടക്കക്കാർക്ക് ആദ്യം തൊട്ട് പഠിക്കാനുള്ളൊരു നല്ല അവസരമാണ്. മറിച്ച് എന്താണ്, നേരത്തെ PSC ഒക്കെ പഠിച്ച് തുടങ്ങിയവർക്കാണെങ്കിൽ ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് കൊടുക്കാം. എന്ത് തന്നെയാലും നമുക്ക് ഒന്നിച്ച് പഠിച്ചു പോകാം. കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ഇത് ഓർത്ത് വയ്ക്കുക. ടെക്നിക്കലിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെ ഓർത്ത് വെച്ച് പഠിച്ചെടുക്കാൻ നോക്കുക. ഇത് നിങ്ങൾ എഴുതിയെടുത്ത് എൻ്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാം. ഒന്നിച്ച് നമുക്ക് പഠിച്ചു പോകാം. സോ ഇത് ഞാൻ എറൈസ് ചെയ്യാണ്. ഓക്കെ, ദെൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും തന്നെ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ ആദ്യം കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ കുറേ പ്രധാനപ്പെട്ട മൂലകങ്ങളെക്കുറിച്ച് അവയുടെ എക്സ്ട്രാക്ഷൻ പ്രോസസ്സൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. നമ്മുടെ ജീവവായുവായിട്ടുള്ള ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഓക്സിജൻ. ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ബ്രിൻ പ്രോസസ്സ്. ബ്രിൻ പ്രോസസ്സ് കേട്ടിട്ടുള്ളവരാണെങ്കിൽ റിവിഷനായിട്ട് എടുക്കുക, അല്ലാത്തവർ എൻ്റെ ഒപ്പം പറയുക. ബ്രിൻ പ്രോസസ്സ്. ഓക്സിജൻ ഓക്സിജൻ ഏതാണ്? ബ്രിൻ പ്രോസസ്സ്. ഓക്സിജൻ ബ്രിൻ പ്രോസസ്സ്. ഓക്സിജൻ ഏതാണ്? ബ്രിൻ പ്രോസസ്സ്. ഓക്കെ, മനസ്സിലായി? ഓക്കെ, ഓക്സിജൻ ബ്രിൻ പ്രോസസ് ആണെങ്കിൽ ഹൈഡ്രജൻ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഹൈഡ്രജൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ്, കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഹൈഡ്രജൻ. നമ്മുടെ ഹൈഡ്രജൻ ലാബിൽ നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണെന്ന് ചോദിക്കാം. ഏതാണ് ഹൈഡ്രജൻ ലാബിൽ നിർമ്മിക്കുന്ന പ്രോസസ്സ്? ബോഷ് പ്രോസസ്സ്. ഏതാണ്? ബോഷ് പ്രോസസ്സ്. അപ്പോൾ എഴുതുക ഹൈഡ്രജൻ, ബോഷ് പ്രോസസ്സ്. ഹൈഡ്രജൻ ആണ് ബോഷ് പ്രോസസ്. അല്ലേ? ഹൈഡ്രജൻ ബോഷ് പ്രോസസ്. ഓക്കെ, ഈ ഹൈഡ്രജൻ്റെ ബോഷ് പ്രോസസ്സിനെ കുറിച്ച് PSC എക്സാമിന് മുമ്പും ചോദിച്ചിട്ടുള്ളതാണ് അല്ലേ? ലാബിൽ ഹൈഡ്രജൻ കൃത്രിമമായി നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ്? ബോഷ് പ്രോസസ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഓക്സിജനും ഹൈഡ്രജനും കഴിഞ്ഞു. ഇനി നൈട്രജൻ നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ്? നൈട്രജൻ കൃത്രിമമായി നിർമ്മിക്കുകയോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? നൈട്രോജൻ. എഴുതുക നൈട്രോജൻ. ഏതാണ്? ഡൂമസ് പ്രോസസ്. നൈട്രജൻ ഏതാണ്? ഡൂമസ് പ്രോസസ്. ഓക്സിജൻ ബ്രിൻ പ്രോസസ്, ഹൈഡ്രജൻ ബോഷ് പ്രോസസ്, നൈട്രജൻ ഡൂമസ് പ്രോസസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഏത്? അമോണിയ കൃത്രിമമായി നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഹേബർ പ്രോസസ്. അമോണിയ എഴുതുക ഹേബർ പ്രോസസ്. അമോണിയ നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഹേബർ പ്രോസസ്. അപ്പം ഓക്സിജൻ ബ്രിൻ പ്രോസസ്, ഹൈഡ്രജൻ ബോഷ് പ്രോസസ്, നൈട്രജൻ ഡൂമസ് പ്രോസസ്, അമോണിയ ഹേബർ പ്രോസസ്. ഓക്കെ, ഇനി സൾഫ്യൂരിക് ആസിഡ് കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയ ഏതാണ്? അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ഏത് പ്രോസസ്സ് വഴിയാണ് സൾഫ്യൂരിക് ആസിഡ് നിർമ്മിച്ചെടുക്കുന്നത്? ഏതാണ്? കോണ്ടാക്ട് പ്രോസസ്. മലയാളത്തിൽ സമ്പർക്ക പ്രക്രിയ എന്ന് പറയും അല്ലേ? കോണ്ടാക്ട് പ്രോസസ്. എഴുതുക സൾഫ്യൂരിക് ആസിഡ്. കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് കോണ്ടാക്ട് പ്രോസസ്. ഏതാണ്? കോണ്ടാക്ട് പ്രോസസ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? കോണ്ടാക്ട് പ്രോസസ്. അമോണിയം നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഹേബർ പ്രോസസ്. നൈട്രജൻ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഡൂമസ് പ്രോസസ്. ഹൈഡ്രജൻ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ബോഷ് പ്രോസസ്. ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ബ്രിൻ പ്രോസസ്. ഏതാണ്? ബ്രിൻ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. നോട്ട് പാഡിലോട്ട് എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറെ കുറേ കാര്യങ്ങളാണ്, വേറെ കുറേ പ്രോസസ്സുകളാണ്. അപ്പോൾ നമുക്ക് ആ പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഇനി സ്റ്റീൽ നിർമ്മിക്കുന്ന പ്രോസസ്സ്, വ്യാവസായികമായി സ്റ്റീൽ നിർമ്മിച്ചെടുക്കുന്ന പ്രോസസ്സ് ഏതാണ്? വ്യാവസായികമായി സ്റ്റീൽ നിർമ്മിച്ചെടുക്കുന്ന പ്രോസസ്സ് ഏതാണ്? ബെസിമർ പ്രോസസ്സ്. ഏതാണ്? ബെസിമർ പ്രോസസ്സ്. സ്റ്റീൽ ഏതാണ്? ബെസിമർ പ്രോസസ്സ്. അപ്പോൾ എഴുതുക, സ്റ്റീൽ ഏതാണ്? ബെസിമർ പ്രോസസ്സ്. ബെസിമർ പ്രോസസ്സ്. ബെസിമർ പ്രോസസ്സ്. സ്റ്റീൽ ഏതാണ്? ബെസിമർ പ്രോസസ്സ്. ഓക്കെ, നോക്കിയേ, സ്റ്റീല് ബെസിമർ പ്രോസസ്സ് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ എഴുതുക ബെസിമർ പ്രോസസ്സ്. സ്റ്റീല് ബെസിമർ പ്രോസസ്സ് പറഞ്ഞു പഠിക്കുക. സ്റ്റീല് ബെസിമർ പ്രോസസ്സ്. ഞാൻ പറഞ്ഞു പഠിക്കാൻ പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു പഠിച്ച് ഇത് ഓർത്ത് വെക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു പഠിക്കുമ്പോൾ ഉറക്കെ വായിച്ച് പഠിക്കുകയോ പറഞ്ഞു പഠിക്കുകയോ ചെയ്യുന്ന സമയത്ത് അവൻ ബ്രെയിനിൽ തന്നെ നിലനിൽക്കും, പോകത്തില്ല. വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യുമ്പോൾ അത് വീണ്ടും ഓർത്തിരിക്കും. അപ്പം പറഞ്ഞു പഠിക്കുക സ്റ്റീല് ബെസിമർ പ്രോസസ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അലുമിനിയം നിർമ്മിക്കുന്ന പ്രോസസ്സ്. അലുമിനിയം നിർമ്മിക്കുന്ന ഒരു പ്രോസസ്സ് ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അലുമിനിയം നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്. ഏതാണ്? ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്. എഴുതാം, ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്. ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്. ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്. ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ് ഏതാണ്? അലുമിനിയം നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്. ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ് ഏതാണ്? അലുമിനിയം നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്. സ്റ്റീൽ നിർമ്മിക്കുന്നത് ബെസിമർ പ്രോസസ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിൽവർ നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ്? സിൽവർ നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ്? സിൽവർ നിർമ്മിക്കുന്ന പ്രോസസ്സ് പാർക്സ് പ്രോസസ്സ്. പാർക്സ് പ്രോസസ്സ് ഏതാണ്? പാർക്സ് പ്രോസസ്സ്. എഴുതിക്കോ, സിൽവറിൽ ഏതാണ്? പാർക്സ് പ്രോസസ്സ്. പാർക്സ് പ്രോസസ്സ്. അപ്പം സിൽവർ ഏതാണ്? പാർക്സ് പ്രോസസ്സ്. സിൽവർ ഏതാണ്? പാർക്സ് പ്രോസസ്സ്. ഓക്കെ, പഠിച്ചോ? 3 പ്രധാനപ്പെട്ട: സ്റ്റീല് ബെസിമർ പ്രോസസ്സ്, അലുമിനിയം ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്, സിൽവർ പാർക്സ് പ്രോസസ്സ്. സിൽവർ ഏതാണ്? പാർക്സ് പ്രോസസ്സ്. ഓക്കെ, ഇനി മുമ്പ് ഒരിക്കൽ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സിർക്കോണിയം നിർമ്മിക്കുന്ന പ്രോസസ്സ്. ഏതാണ്? സിർക്കോണിയം നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ്? വാൻ ആർക്കൽ പ്രോസസ്സ്. സിർക്കോണിയം നിർമ്മിക്കുന്ന പ്രോസസ്സാണ് വാൻ ആർക്കൽ പ്രോസസ്സ്. വാൻ ആർക്കൽ പ്രോസസ്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു നമുക്കൊരു +2 ക്ലാസ്സിലൊക്കെ തന്നെ അല്ലേ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമായിരുന്നു. സിർക്കോണിയം നിർമ്മിക്കുന്നതാണ് വാൻ ആർക്കൽ പ്രോസസ്സ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കോളേജിലൊക്കെ പോയിട്ടുള്ള കെമിസ്ട്രിയിലൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് വാൻ ആർക്കൽ പ്രോസസ്സിനെ കുറിച്ച്. അപ്പം സിർക്കോണിയം ഏതാണ്? വാൻ ആർക്കൽ പ്രോസസ്സ്. എഴുതിക്കോ, സിർക്കോണിയം അല്ലേ. സിർക്കോണിയം ഏതാണ്? വാൻ ആർക്കൽ പ്രോസസ്സ്. വാൻ ആർക്കൽ പ്രോസസ്സ്. സിർക്കോണിയം ഏതാണ്? വാൻ ആർക്കൽ പ്രോസസ്സ്. വാൻ ആർക്കൽ പ്രോസസ്സ്. സിർക്കോണിയം വാൻ ആർക്കൽ പ്രോസസ്സ്. സിർക്കോണിയം വാൻ ആർക്കൽ പ്രോസസ്സ്. മനസ്സിലായോ? ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊരു പ്രോസസ്സാണ്. നമ്മൾ ഇപ്പം സിർക്കോണിയം വാൻ ആർക്കൽ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു പ്രോസസ്സായിട്ട് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളതാണ് ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. ഏതാണ്? ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. ഈ ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നൈട്രിക് ആസിഡ് കൃത്രിമമായിട്ട് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. അതാണ് ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. അപ്പം നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. നൈട്രിക് ആസിഡ് എഴുതിക്കോ, നൈട്രിക് ആസിഡ്. ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. നൈട്രിക് ആസിഡ് ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. അപ്പോൾ സ്റ്റീൽ ബെസിമർ പ്രോസസ്സ്, അലുമിനിയം ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്, സിൽവർ പാർക്സ് പ്രോസസ്സ്, സിർക്കോണിയം വാൻ ആർക്കൽ പ്രോസസ്സ്, നൈട്രിക് ആസിഡ് ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ് അല്ലേ. നൈട്രിക് ആസിഡ് ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ ഇത്രയും ഞാൻ വീണ്ടും ചോദിക്കും, നിങ്ങൾ എത്രയും എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, സ്റ്റീല് ബെസിമർ പ്രോസസ്സ്, അലുമിനിയം ഹാൽ ഹെറൗൾട്ട് പ്രോസസ്സ്, സിൽവർ പാർക്സ് പ്രോസസ്സ്, സിർക്കോണിയം വാൻ ആർക്കൽ പ്രോസസ്സ്, നൈട്രിക് ആസിഡ് ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. നൈട്രിക് ആസിഡ് ഏതാണ്? ഓക്സ്റ്റുവാർഡ് പ്രോസസ്സ്. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ എഴുതിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത
2 പ്രോസസ്സുകളോട് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സോ അതിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. വീഡിയോ കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. കണ്ട് മനസ്സിലാകുന്നില്ലെന്ന് അതും മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം, ഇന്ന കാര്യങ്ങൾ മനസ്സിലായില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് കുറച്ചുകൂടെ വിപുലീകരിച്ച ക്ലാസ്സുകൾ എടുത്ത് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും. സോ എന്ത് തന്നെയാൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ, ഹാലജനുകൾ കൃത്രിമമായി നിർമ്മിക്കുന്ന പ്രോസസ്സ്. ഹാലജൻ നിർമ്മിക്കുന്ന പ്രോസസ്സാണ് മെസഞ്ചർ പ്രോസസ്സ്. ഏതാണ്? മെസഞ്ചർ പ്രോസസ്സ്. ഹാലജൻ നിർമ്മിക്കുന്ന പ്രോസസ്സാണ് മെസഞ്ചർ പ്രോസസ്സ് അല്ലേ? ഹാലജൻ നിർമ്മിക്കുന്ന പ്രോസസ്സാണ് മെസഞ്ചർ പ്രോസസ്സ്. ഓക്കെ, മനസ്സിലായോ? അതുപോലെ തന്നെ ഫോർമിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രോസസ്സ് ഏതാണ്? ഓക്സ്വാ പ്രോസസ്സ്. ഫോർമിക് ആസിഡ് എഴുതിക്കോ. ഫോർമിക് ആസിഡ് ഓക്സ്വാ പ്രോസസ്സ്. ഹാലജൻ നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഓക്സ്വാ പ്രോസസ്സ്. ഹാലജൻ നിർമ്മിക്കുന്ന മെസഞ്ചർ പ്രോസസ്, ഫോർമിക് ആസിഡ്, ഓക്സ്വാ പ്രോസസ്. ഓക്കെ, അത് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ക്ലാസ് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് നമുക്ക് പഠിക്കാം. അതാണ് ഫോർമാൽഡിഹൈഡ്. ചോദിക്കാം, ഫോർമാൽഡിഹൈഡ് ഏതാണ്? ഫോർമാൽഡിഹൈഡ് നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഫോർമോക്സ് പ്രോസസ്സ്. ഫോർമാൽഡിഹൈഡ് നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഫോർമോക്സ് പ്രോസസ്സ്. ഫോർമാൽഡിഹൈഡ്, ഫോർമോക്സ് അങ്ങനെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫോർമാൽഡിഹൈഡ് ഏതാണ്? ഫോർമോക്സ് പ്രോസസ്സ്. ഫോർമാൽഡിഹൈഡ് നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഫോർമോക്സ് പ്രോസസ്സ്. ഓക്കെ, ഹാലജൻ മെസഞ്ചർ പ്രോസസ്, ഫോർമിക് ആസിഡ് ഓക്സ്വാ പ്രോസസ്, ഫോർമാൽഡിഹൈഡ് ഫോർമോക്സ് പ്രോസസ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, കെമിസ്ട്രി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചോദിക്കുന്ന എക്സ്ട്രാക്ഷൻ പ്രോസസ്സിലെ ചില കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ ഞാൻ ആദ്യം തൊട്ട് പഠിച്ചിട്ടുള്ള അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇതുപോലെ പ്രോസസ്സുകൾ ചോദിക്കുമ്പോൾ 1 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടത്തില്ല. സോ ഞാനിത് എന്തായാലും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത്. നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ചെടുക്കുക. നമുക്ക് ഒന്നിച്ച് വിജയം നേടാം. ഓക്കെ, എന്ത് തന്നെയായാലും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.